നമുക്ക് ഓംലെറ്റ് ഉണ്ടാക്കാൻ തുടങ്ങാം. ഇതിനായിട്ട് ഞാൻ 2 മുട്ടയാണ് എടുത്തിട്ടുള്ളത്. ഫ്രിഡ്ജിൽ വെച്ചിട്ടുള്ള മുട്ടയാണെങ്കിൽ നമ്മൾ അതിൻ്റെ തണുപ്പ് മാറുന്നത് വരെ ജസ്റ്റ് ചൂടുവെള്ളത്തിൽ കഴുകിയെടുത്താൽ മതി. അധികം കഴുകിയെടുക്കരുത്. നമ്മൾ ഓവറായിട്ടുള്ള ചൂടുവെള്ളത്തിൽ നമ്മൾ കുറേ നേരം കഴുകിയെടുക്കുമ്പോൾ അത് വെന്ത് പോകാനുള്ള ചാൻസ് ഉണ്ട്. അതായത് ഒന്ന് ഹാർഡായി പോവും. അപ്പോൾ ഇതിൻ്റെ മഞ്ഞ വേറെയും വെള്ള വേറെയും ആക്കി എടുത്തിട്ടുണ്ട് ഞാൻ മുട്ടയുടെ. ഇത് നിങ്ങൾക്ക് ഓംലെറ്റ് എത്ര വേണമെന്ന് വെച്ചാൽ അതിനനുസരിച്ച് നിങ്ങൾക്ക് എടുക്കാം. ഞാൻ 2 എണ്ണം എടുത്തുന്നേ ഉള്ളൂ. എന്നിട്ട് ഞാൻ മഞ്ഞ പോർഷനിലോട്ട് ഒരു 2 നുള്ളു ഉപ്പിട്ടിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. എഗ്ഗ് നന്നായിട്ടൊന്ന് പതഞ്ഞ് കിട്ടുന്നത് വരെയാണ് ഞാൻ ബീറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ നന്നായിട്ട് എഗ്ഗ് നമുക്ക് പതഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് മാറ്റി വെച്ച മുട്ടയുടെ വെള്ള പോർഷനിലോട്ട് ഒരു 1/2 ടീസ്പൂൺ പഞ്ചസാര ചേർത്തിട്ട് നന്നായിട്ടൊന്ന് പതപ്പിച്ചെടുക്കാം. മുട്ടയുടെ വെള്ള പോർഷൻ ഇങ്ങനെ വിസ്ക് ഇങ്ങനെ പിടിച്ചിട്ട് നമ്മൾ പണ്ട് തൈരൊക്കെ കടഞ്ഞ് എടുക്കുന്നില്ലേ, മോരാക്കി മാറ്റുന്നില്ലേ, അതേപോലെ ഇങ്ങനെ കടഞ്ഞെടുത്തപ്പോൾ എനിക്ക് പെട്ടെന്ന് തന്നെ ബീറ്റ് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. നല്ലോണം പതഞ്ഞും കിട്ടിയിട്ടുണ്ട്. അധികം ബുദ്ധിമുട്ടേണ്ടി വന്നിട്ടില്ല. അങ്ങനെ നമ്മൾ മുട്ടയുടെ 2 പോർഷൻ, അതായത് യെല്ലോയും വൈറ്റും നന്നായിട്ട് ബീറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് കുറച്ച് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇത് ഓപ്ഷണലാണ്. കുട്ടികൾക്കൊക്കെ കൊടുക്കുന്നതാണെങ്കിൽ ഒഴിവാക്കാം, അല്ലെങ്കിൽ ഇതിൻ്റെ അളവ് കുറച്ചാലും മതി. ഒരു 1/4 ടീസ്പൂണൊക്കെ ചേർത്ത് കൊടുത്താലും മതി. എന്നിട്ട് നമുക്ക് അത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഈ മുട്ടയുടെ വെള്ള പോർഷനും കൂടെ ഇതിലോട്ട് ഇട്ടിട്ട് മെല്ലെ ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. അധികം സ്പീഡിൽ ചെയ്താൽ ഈ മുട്ടയുടെ വെള്ള പതഞ്ഞ് കിട്ടിയത് പിന്നെ നമുക്ക് എന്താ പറയണ്ടേ, പഴയതുപോലെ തന്നെ ആയിപ്പോവും. അതുകൊണ്ട് മെല്ലെ മെല്ലെ നമ്മൾ ഇളക്കി യോജിപ്പിച്ച് കൊടുത്താലും മതി. അങ്ങനെ ഞാൻ മുട്ടയുടെ വൈറ്റും യെല്ലോയും ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു നോൺ സ്റ്റിക്ക് പാത്രത്തിലോട്ട് ഒരു 1/4 ടീസ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ ഏതായാലും കുഴപ്പമില്ല. ബട്ടർ ആണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. ബട്ടർ ഉണ്ടെങ്കിൽ അത് ഉപയോഗിക്കാം. എന്നിട്ട് നമ്മൾ ഈ മിക്സ് അതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം നമുക്ക് മൂടി വെച്ചിട്ട് ലോ ഫ്ലെയിമിലാണ് ഫ്ലെയിം ഉള്ളത് ഒരു 2-3 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം. അതിൻ്റെ ഇടയ്ക്ക് ഒന്ന് തുറന്ന് നോക്കിക്കോളൂ, പെട്ടെന്ന് അടി കരിയാനുള്ള ചാൻസ് ഉണ്ട്. ഇപ്പോൾ 2 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്ക് തുറന്ന് നോക്കാം. ഓക്കെ, അടിയൊക്കെ നല്ല ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്, യെല്ലോ ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇത് ഇങ്ങനെ മടക്കി കൊടുക്കാം. അല്ലെങ്കിൽ മടക്കി കൊടുക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നേരെ നമ്മൾ ദോശയൊക്കെ മറിച്ചിടുന്നത് പോലെ മറിച്ചിട്ടാലും മതി. അതും ഇല്ലെങ്കിൽ മറിച്ചിടണമെന്നുമില്ല. നിങ്ങൾക്ക് ഇങ്ങനെ കഴിക്കാൻ ഇഷ്ടമാണെങ്കിൽ നേരെ അത് പാത്രത്തിൽ നിന്ന് എടുത്ത് മാറ്റിയാലും മതി. അങ്ങനെയാണെങ്കിലും നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പം ഞാനിങ്ങനെ മടക്കിയിട്ടാണ് എടുക്കുന്നത്. എന്നിട്ട് ജസ്റ്റ് അതിൻ്റെ സൈഡും കൂടെ ഒന്ന് നമ്മുടെ പാത്രത്തിലോട്ട് പ്രസ് ചെയ്ത് പിടിച്ചു കൊടുക്കുന്നുണ്ട്. നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. ബട്ടർ ചേർത്ത് കൊടുത്താൽ ഒരു പ്രത്യേക ടേസ്റ്റാണ് കഴിക്കാൻ. കുട്ടികൾക്കൊക്കെ നല്ലോണം ഇഷ്ടപ്പെടും. മുട്ടയൊക്കെ കഴിക്കാത്ത കുട്ടികളാണ് എന്തായാലും ഇത് കഴിക്കും എന്നുള്ള കാര്യം ഷുവറാണ്. മുട്ടയാണെന്ന് നമുക്ക് മനസ്സിലാവുകയേയില്ല. അടിപൊളിയാണ്. എന്തായാലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇവിടെ കഴിയുകയാണ്. നമുക്ക് വീണ്ടും കാണാം നല്ല നല്ല റെസിപ്പീസുമായി. താങ്ക് യു.